ജമന്തി ഇവളുടെ ഒരുങ്ങൽ ഇനിയും കഴിയില്ല. എന്തൊരു കഷ്ടമാണ്. ജമന്തി നീ ഉണ്ടെങ്കിൽ വന്നോ, ഞാൻ ഇറങ്ങാ. ഈ അവിടെ ഭയങ്കര ക്യൂ ആയിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ക്യൂ നിക്കാൻ ഞാൻ വരുന്നില്ലാന്ന്. നീ എന്തിനാ പോണേ? അതാ ഞാൻ ചോദിക്കണപ്പോ എന്തിനാ പോണു? അപ്പൊ നിന്റെ മൊബൈൽ ലിങ്ക് ചെയ്യണ്ടേ ആധാറുമായിട്ട്? ഇന്നാളല്ലേ ഏട്ടൻ പോയിട്ട് ആധാറായിട്ട് ലിങ്ക് ചെയ്തത്. ഓ എന്റെ ദൈവമേ, ഈ മന്ദത്തിയെ കൊണ്ട് ഞാൻ വലഞ്ഞു. എടി അന്ന് ലിങ്ക് ചെയ്തത് മറ്റേ ബാങ്ക് അക്കൗണ്ട് അല്ലേ? അപ്പൊ നിങ്ങക്ക് പോയി ചെയ്താ പോരായിരുന്നോ? ആ വഴിക്ക് പോയി ചെയ്തായിരുന്നെങ്കി ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടോ? നിനക്ക് ഫോണ് വേണോ? എന്നാ വേണമെങ്കിൽ വന്ന് ചെയ്തോ. എനിക്ക് മനസ്സിലാവുള്ളത് എന്തിനിപ്പോ ആധാറായിട്ട് ലിങ്ക് ചെയ്യണ്? അതെനിക്കറിഞ്ഞൂടാ. അതറിയാൻ പാടാതെ പിന്നെ വെറുതെ അവിടെ പോയി ക്യൂ നിക്കണം എന്തിനാ? എടി എല്ലാരും ചെയ്യുന്നുണ്ട്, അപ്പൊ നമ്മളും ചെയ്യാം, അത്രേ ഉള്ളൂ. ഏട്ടന് വട്ടാണ്, ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത് കട്ടായി പോകുന്നു ഫോണ്. കട്ടായി പോകും. എന്നാ ഏട്ടൻ പോയിട്ട് എന്റെ ഫോണും കൂടി ഒന്ന് ശരിയാക്കിട്ട്. അതിന് തമ്പ് വേണമെന്ന്. എന്നാ കൊണ്ടുപോയിട്ട് വാ. കളിക്കാൻ. അയ്യോ ഞാൻ പേഴ്സ് എടുത്തില്ല. പേഴ്സ് എടുത്തേ. അയ്യോ പേഴ്സ് എന്തായാലും എടുക്കണം, എനിക്ക് നാരങ്ങാളൊക്കെ കുടിക്കാനുള്ള. എടി ഈ തങ്കം ഭക്ഷണം കൊണ്ടുവരുന്നോണ്ടെന്താ കൊണ്ടുവരാത്തത്? എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഏതായാലും നമ്മൾ അവിടെ ഒരു പൂവല്ലേ, അപ്പൊ നമുക്കൊരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങിട്ട് വരാം. അയ്യോ സിനിമയ്ക്കൊന്നും പോയി കിടക്കൂല, ഭയങ്കര തിരക്കായിരിക്കും. എന്ത് തിരക്ക്? അവിടെ ഭയങ്കര തിരക്കാവുന്നത്. സിനിമയ്ക്കൊക്കെ വേറെ സംഭവം. ഏട്ടാ കഷ്ടമുണ്ട്, എന്നെ വല്ലപ്പോഴല്ലേ പുറത്തു കൊണ്ടുപോണേ. അപ്പൊ നമുക്ക് സിനിമയും കൂടി കണ്ടിട്ട് വരാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. നടക്കണം. പറ്റില്ല. തങ്കത്തോട് ഭക്ഷണം കൊണ്ടുവരാൻ പറ. അന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. അതെങ്കിലും ഒന്ന്. ഇടി പുറത്തുനിന്ന് ഫുഡ് കഴിച്ച വയറ് ചീത്തയാവുമെന്ന് അപ്പഷോടെ കിട്ടാതിരിക്കും. എന്ത് സാധനം? അപ്പഷോടാ. എന്താ സാധനം? ദോശയല്ല, ഇന്ന് സ്പെഷ്യൽ ഉണ്ട്, എനിക്കറിയാം. ഇതെന്താന്ന് പറയുകയാണെങ്കിൽ ഇന്ന് നിനക്ക് ഞാനൊരു മാല മേടിച്ചു തരും. മാലേ? ഒരിക്കലും പറയില്ല, ഞാൻ പറഞ്ഞു കൊടുക്കാം. പറ. ഗോതമ്പ് റവ ഉപ്മാവ്. മോനെ ചിക്കനും മുന്താണ്. റവ 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 ബിരിയാണി. ചുമ്മാ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി. ബിരിയാണിയാണ് കൊടുക്കട്ടെ, നമുക്കിത് കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാം. ഇത് കണ്ടിട്ട് നീ കഴിക്കാതെ പോവാണെങ്കിൽ എനിക്ക് അതാന്ന് അറിയണം. എനിക്ക് വേണ്ട, ബാ കഴിക്കാം. അല്ല ഇത് കഴിച്ചാൽ നീ ഇവിടെ കിടക്കുമെന്ന്. കിടക്കൂല വാടി. ഈ ഏട്ടൻ പുറത്തുനിന്നൊന്നും മേടിച്ചു തരികയില്ല. എനിക്ക് ബിരിയാണി ബിരിയാണി. ക്ലീറ്റ് ഇപ്പൊ 2-3 പ്രാവശ്യം തിന്നണ ഭയങ്കര ടേസ്റ്റ്. മുട്ട തരട്ടെ? മുട്ട കിട്ടോ? എനിക്ക് വേണ്ട മുട്ട. ഇത് അയ്യോ കഴിച്ചു നോക്ക്. ഇത് പോയി വന്നിട്ട് കഴിച്ചാൽ മതിയായിരുന്നു. നേരെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. അതല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കൊള്ളൂല. കുറവല്ല, കൊള്ളൂല. ഓടി അവിടുന്ന്. മസാല പിടിച്ചിട്ടില്ലാന്ന്. ഈ കാണുന്ന മസാല അല്ലേ? ഇതില് മസാലയൊക്കെ ഉണ്ട്, പക്ഷെ ഇതിലെല്ലാം കൂടി ഒന്ന് ചേരണ്ടേ. എന്ത് രുചിയാ ഇത്? എന്ത് ബിരിയാണിയാ നീ പറയണേ? നല്ല ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? എന്തെന്ന്? പിന്നെ എന്താ കുഴപ്പം? നിങ്ങൾ കുറ്റം പറയാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടില്ലായിരുന്നല്ലോ. ഞാൻ കുറ്റം പറഞ്ഞല്ല, ഞാൻ പറയണ ഇത് എന്തോ ഗംഭീര ബിരിയാണിയാണ്. പക്ഷേ അതിന്റെ മണം നോക്കടി, നീ മണം നോക്ക്. ഇതല്ലെന്ന് ഇതിന്റെ മണം. നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല, അതാ കാര്യം. പിന്നെ എന്താ നല്ല ബിരിയാണി? ബിരിയാണിയുടെ കൂടെ കിടന്നോളല്ലേ? അതെ, എന്തോ ഒരു കുറവുണ്ട്. അതാണ് കറുവപ്പട്ട ഇട്ട. കറുവപ്പട്ട എന്താന്ന് നിനക്കറിയാമോ? അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞാനും കുത്തിയാ മതി. അതെ, നല്ല ഒന്നാന്തര അറേബ്യൻ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കണം. എന്ത് ടേസ്റ്റാന്നറിയോ? പിന്നെ പറഞ്ഞ കേട്ടത് നമുക്ക് എല്ലാം അറിയാം. നീ കഴിച്ചോടാ, നല്ല സൂപ്പർ. ഏട്ടാ നമ്മുടെ കസ്തൂരി കുഞ്ഞമ്മയില്ലേ, കുഞ്ഞമ്മ വരുമ്പോഴൊക്കെ അറേബ്യൻ ബിരിയാണി വെക്കായിരുന്നു. ഞാൻ എന്നിട്ട് പഠിച്ചു. ഞാൻ നല്ല അസലായിട്ട് വെക്കും. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. വെറുതെ തള്ളല്ലേ നീ ഇരുന്ന്. ഞാൻ തള്ളൊന്നുമല്ല, വെറ്റിക്കണ്ടോ. ഞാൻ നല്ല അസലായിട്ട് ബിരിയാണി വെക്കും. അല്ലാതെ ഇതുമാതിരി ചുമ്മാ ഇതിപ്പോ എന്താ എല്ലാം കൂടിയിട്ട് കലക്കി എന്തോ ഒരു പരിവാ, അത്രേ ഉള്ളൂ. ക്ലീറ്റോ പറഞ്ഞല്ലോ പാകത്തിനെല്ലാം നല്ല അരിയുടെ വേവൊക്കെ കറക്റ്റ് ആണ്. ക്ലീറ്റോ ചേട്ടൻ പെട്ടിരിക്കുക, വേറെ എന്ത് പറയാൻ. എന്നാ വേണമെങ്കിൽ കഴിക്കണ്ട. നിങ്ങളെന്നാ കഴിക്കണ്ടെന്നല്ല, ഒരു കാര്യം പറഞ്ഞ ഇഷ്ടപ്പെടില്ല. അങ്ങനെ മോശം എന്ന് പറയാനായിട്ട് എന്താണ് ഇതിനുള്ളത് കുഴപ്പം? ഇതൊക്കെ കഴിച്ച ആ വെയിലത്ത് പോയി നിന്ന് വയറിന് വല്ല അസുഖം വന്നാൽ അതും ഔട്ടോ. കഴിക്കണ്ടായിട്ടാ. ഉണ്ടാക്കി കൊണ്ടുവന്നൊക്കെ തന്നെ നല്ലതാണ്. എന്തെങ്കിലും നന്നായിട്ട് ഉണ്ടാക്കി കൂടെ? ബിരിയാണി ഇത്ര ബിരിയാണി
ഞാൻ നല്ല ബിരിയാണി ഉണ്ടാക്കി തരാം, ഒന്ന് കഴിച്ചു നോക്ക്. ഇത് നിനക്ക് ഉണ്ടാക്കാൻ അറിയില്ല. എനിക്ക് നല്ലോണം ഉണ്ടാക്കാൻ അറിയാം. അത് ഇമാതിരി സാധാരണ ബിരിയാണി അല്ല. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. നല്ല അറേബ്യൻ ബിരിയാണി ഞാൻ വെച്ച് തരും. എന്ന്? എനിക്ക് ഇന്ന് കാണണം, പറ്റുമോ? ആ, ഇന്ന് വെച്ച് തരും. അപ്പഴേ ഇത് കളയാതെ വെച്ചോട്ടോ. രണ്ടും കൂടി നമുക്ക് ഇങ്ങനെ വെക്കാം, എന്നിട്ട് ഏതാ നല്ലതെന്ന് അപ്പ അറിയാലോ. കേട്ടല്ലോ നീ? ഇന്ന് ഇവിടെ എനിക്ക് ബിരിയാണി കഴിക്കണം. ആ, ഇപ്പൊ ഏതായാലും ആധാറിൽ നല്ല ബിരിയാണി കഴിക്കണം. ഇത് ഏതായാലും പൊട്ട ബിരിയാണി, നല്ല ബിരിയാണി ഞാൻ ഉണ്ടാക്കി തരും. ആധാർ ലിങ്ക് ചെയ്യാൻ പോയിട്ട് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലേ ഏട്ടാ? നീ വെറുതെ അറിയാത്ത കാര്യങ്ങൾ പറയണ്ട. അറിയാത്ത കാര്യമൊന്നുമല്ല, ഞാൻ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും പറഞ്ഞില്ലേ? ആ, ഇന്ന് ഉണ്ടാക്കും. അതിനെ ഞാൻ പറഞ്ഞു, ഇന്ന് ഉണ്ടാക്കും. അപ്പൊ തിന്നോണം. കൊള്ളില്ല, അറിയാതെ വയലും വെച്ചു പോയി. ഡാൽഡയാണോ അതിലൊഴിച്ചത്? ചീത്തയായ നെയ്യാണോ ഒഴിച്ചത്? കുഴപ്പമൊന്നുമില്ല, കഴിച്ചോ? കുഴപ്പമൊന്നുമില്ല എന്നല്ലേട്ടാ, വയറിന് നല്ലതും വരും. പിന്നെ 4 ദിവസത്തേക്ക് ഒന്നും കഴിക്കണ്ട ഏട്ടോ. കഴിക്കണ്ടെന്ന് അവിടെ പോയി ക്യൂ നിൽക്കുമ്പോ വയറുവേന വന്നാ പിന്നെ എനിക്ക് വയ്യട്ടോ. നെയ്യ് കൂടുതലൊന്നും മാത്രമൊന്നുമല്ല, മസാല ഒന്നും ശരിയായിട്ടില്ല. ഒരു ബിരിയാണിയുടെ രൂപയില്ല ഇതിന്. ഇത് കണ്ടോ, ബിരിയാണിയുടെ അരി ഇങ്ങനെയാണോ ഏട്ടാ ഇരിക്കുക? ഇങ്ങനെയാണോ ഇരിക്കുക? ഈ കളറിലാണ് ഇരിക്കുക? ആ, നോക്കാതെ വെറുതെ എന്തെങ്കിലും തിന്നാൻ മതിയായിരുന്നെങ്കിൽ പിന്നെ ബിരിയാണി എന്നും പറഞ്ഞ് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. വേറെ വല്ല പേര് ഇട്ടാ പോരായിരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ നീ ഇത് കൊടുത്തോളണം സ്റ്റേജിൽ നിന്നിട്ട് കേട്ടാ. അടുത്ത ഡയലോഗ് അത് പറയണം. കളിക്കാൻ വന്നില്ലല്ലോ. ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുണ്ട് പാത്രങ്ങളോട് വൈരാഗ്യം തീർക്കാൻ. അതിനൊക്കെ സംസാരിക്കാൻ പറ്റിക്കൊണ്ടല്ലോ തിരിച്ചു നിന്നെ അടിച്ചു. അത്രയ്ക്ക് ദേഷ്യം വരാൻ എന്താണ്? ഇവിടെ നിന്ന് ബിരിയാണി കൊണ്ട് അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോൾ ദേഷ്യപ്പെടാൻ എന്താ സംഭവിച്ചു? ആ ബിരിയാണിക്ക് എന്താ കുഴപ്പം? ആ ബിരിയാണിക്ക് ഒരു കുഴപ്പമില്ല, നല്ല ബിരിയാണി അല്ലേ, ഞാൻ കഴിച്ചല്ലോ. ആണല്ലോ, പിന്നെന്താ ഇവർക്കൊക്കെ എത്ര ബുദ്ധിമുട്ട് കഴിക്കാൻ? ആർക്ക് ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടുള്ളവർ എന്തിനാ കഴിക്കണം? അവർക്ക് കൊടുക്കാതിരുന്നാ പോരെ? അവിടെ ഒരു അറബിച്ചി ഉണ്ടല്ലോ, ഞാൻ അറിഞ്ഞില്ല. എന്റെ പൊന്നോ, ഭയങ്കര മഹാമാരാണെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആരാ പറഞ്ഞ കൊള്ളില്ല, നാങ്ങളെ ആയിരിക്കും എന്നെ. ആ ബിരിയാണിക്ക് എന്താ ക്ലീറ്റ കുഴപ്പം? നല്ല ഒന്നാന്തരം ബിരിയാണി അല്ലേ ലേഡി? എടി, ഇവളുമാര് വല്ല നല്ല ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? നിന്റെ ആങ്ങളെയും. അത് ബിരിയാണി അല്ല, വേറെ എന്തോ സാധനമാണ്. അങ്ങനെ എല്ലാ ബിരിയാണി ഇരിക്കുന്നത്. ബിരിയാണി എന്ന് പറഞ്ഞാൽ അറബികൾ ഉണ്ടാക്കണ ബിരിയാണിയാണ്. അവള് സ്ഥിരമായിട്ട് അറബികളുടെ ബിരിയാണി ഉണ്ടാക്കണവളാന്ന്. തലശ്ശേരി മറ്റേ ദം ബിരിയാണി കണ്ടുപിടിച്ച അവിടെ തന്തയല്ലേ? അറബി ബിരിയാണി എന്തോ അമ്മ? അറബി ബിരിയാണി തല ഈ ഒട്ടകത്തിനെയൊക്കെ വെട്ടി ഇട്ടിട്ടുണ്ടാക്കണ ബിരിയാണി. അതിന് ഒട്ടകമില്ലല്ലോ ഇവിടെ. പിന്നെ നിന്റെ ജവന്തി മാമിക്ക് ഒട്ടകവും പിന്നെ ആനയും കുതിരയും എല്ലാം കിട്ടും. വിശന്നിരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് കൊണ്ട് കൊടുത്തത് ഞാൻ. എന്നിട്ട് ഞാൻ ഈ മാതിരി ചീത്താക്കേണ്ട കാര്യമുണ്ടോ? നിന്നോട് ആരെങ്കിലും പറഞ്ഞ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ? സൽക്കരിക്ക് ആരെങ്കിലും പറഞ്ഞ അവർ വല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കുമായിരുന്നല്ലോ. കൊണ്ട് കൊടുത്തിട്ട് വന്നൊന്നും വേള വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിന് എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അവൾ അതിലും വലിയ ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തരാന്ന്. കാണും അവള് ആ വെള്ളച്ചമ്മന്തി. അത് കൊള്ളാൻ കേട്ടാ, അങ്ങനെ വിളിച്ചാൽ മതി. ആ, അവള് ബിരിയാണി വെക്കാൻ പോണ എപ്പോ? വൈകുന്നേരം. അതെ, നന്നായി. അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ അവിടെ കഴിച്ചിട്ട് അവിടെ കഴിക്കണം. അവളെ ഉണ്ടാക്കൂല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ തന്നെ എന്തോരം ബുദ്ധിമുട്ടി ഉണ്ടാക്കിയത്. അവക്കൊരു ചമ്മന്തി അരയ്ക്കാൻ അറിയാം, എന്നിട്ട് വെല്ലുവിളിക്കണം ശവം. എന്നിട്ട് വേണം നമുക്കൊന്നും വിശദമായിട്ടൊരു അഭിപ്രായം പറയാം. അതൊന്നും അല്ല ഡാഡി, ഇന്നിവിടെ ആഹാരം വെക്കാതിരുന്ന ഗ്യാസ് ലാഭം, സാധന ലാഭം, അതല്ലേ? തൊണ്ട വയങ്ങിയത് ഡോക്ടർ പറഞ്ഞ് സംസാരിക്കില്ലെന്നല്ലേ പറഞ്ഞത്? സ്കൂളിൽ പോയാണ്ടല്ലോ ഐസ്ക്രീം മാറ്റി നിന്നേക്കോ ക്യാൻറ്റീനിൽ നിന്ന്? ഇല്ല. ആ, ഉണ്ടണ്ട. ശരിക്കും നല്ല ബിരിയാണി അല്ലേ എന്റെ മുത്തേ, നീ വെച്ച ബിരിയാണി നല്ല സൂപ്പറാണ്. അവൾക്ക് അസൂയ, അവൾക്ക് ജന്മനാ അസൂയം കൊടുത്തു വിട്ടാണല്ലോ ദൈവം ഇങ്ങോട്ട് വിട്ടേക്കണേ അവളെ. അതുകൊണ്ട് നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. വൈകിട്ട് കഴിച്ചിട്ട് നമുക്ക് അവളെ അങ്ങോട്ട് എന്റെ കൂടെ നിൽക്കണം. ഞാൻ നിന്റെ കൂടെ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പൊ കഴിക്കാൻ നമുക്ക് എന്തെങ്കിലും എടുക്കും. ബിരിയാണി കഴിക്കാം. കൊടുക്കണ്ട, ഒട്ടും കൊടുക്കണ്ട. വീണ്ടും ബിരിയാണി. കൊള്ളൂലല്ലേ? കുഴപ്പമില്ല. ആര് പറഞ്ഞു? നല്ല ബിരിയാണി. പാത്രത്തെ നല്ല ബിരിയാണി. അപ്പൊ നമുക്ക് കളിക്കാം. നമുക്ക് കളിക്കാം. അടുത്ത നീ എന്താ എന്റെ കൂടെ വരാത്ത ഒന്നുകൂടെ? എന്തായി പോയാര്? ഓക്കേ ആണല്ലേ?
ഭയങ്കര ക്യൂ ആയിരുന്നു. ആ കാലം ഒടിഞ്ഞ്. ആ ഒടിയും. നേരെ അങ്ങോട്ട് കേറിക്കോ അടുക്കളയിലോട്ട്. എന്തിന് അറിഞ്ഞൂടെ എന്തിനാന്ന്? ആ ബിരിയാണി ബിരിയാണി. ആ ബിരിയാണി. അതിനിപ്പോഴേ അടുക്കള കയറേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വെയിലത്തൊക്കെ നിന്ന് ആകെ ടയർഡാ. കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. റെസ്റ്റ് ഒക്കെ എടുത്തോ, പക്ഷെ ലോകത്ത് ആർക്കും കിട്ടാത്ത ബിരിയാണി ഉണ്ടാക്കി തരണേ. തരും. എനിക്കൊരു 10 മിനിറ്റ് മതി ബിരിയാണി വെക്കാൻ. 10 മിനിറ്റ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കണം എനിക്കൊന്നും അറിയണം. ആ വെക്കും. ഞാൻ ഇന്ന് ഈ വീട്ടിൽ ഒരു സാധനം ഉണ്ടാക്കണില്ല. മര്യാദക്ക് എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നെ. എന്നെ വെല്ലു വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ പ്രൂവ് ചെയ്യണം. അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. ആ ക്ലീറ്റോ ചേട്ടന് വേറെ ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട, ഇവിടുന്ന് തന്നെ കഴിക്കണമെന്ന് പറയണം കേട്ടാ. അതൊക്കെ കേട്ടു. വന്നേക്കണേ. അതെ, രണ്ടു കൂട്ടർക്കും ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്ത്? നമുക്ക് ഈ ബിരിയാണി പരിപാടി നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റാം. നടക്കൂല മോനെ. ഇത് നിന്റെ ഭാര്യക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ട് നീ അവളെ രക്ഷപ്പെടുത്താൻ നോക്കണതല്ലേ. നടക്കൂല, അവൾക്ക് പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ കാണിച്ചു തരാം. കഴിക്കാറാവുമ്പോ ഞാൻ വിളിക്കാം. ചെല്ല്. ചെല്ലടോ. ഞാൻ എന്റെ വീട്ടിലല്ലേ നിൽക്കണം. എനിക്ക് ഇഷ്ടം പോലെ നിൽക്കും ഇവിടെ. എന്തേ നോക്കിയിരുന്നാ ഞാൻ ബിരിയാണി വെക്കില്ല. ബിരിയാണി ഉണ്ടാക്കിയില്ലെങ്കിൽ നീ തോറ്റുപോയിന്ന് ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് നടക്കും. കാണാം. എടി, സംഗതി നിന്റെ വെല്ലുവിളിയൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ അതിന് ഒരുപാട് പൈസ ചിലവുണ്ട്. അരി വാങ്ങണം, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഡാൽഡ, നെയ്യ്, അത് ഇത് ഇതെല്ലാം കൂടെ നീ വെച്ചുണ്ടാക്കി വരുമ്പോൾ ഒരുമാതിരി കുഴക്കട്ട പോലെ ഇരിക്കും. അതുകൊണ്ട് നമുക്കിത് വേണം. അതെ, ഞാൻ ജയിക്കും. ഏട്ടൻ എൻ്റെ കൂടെ നിന്നാ മതി. വേണ്ടട്ടാ. വേണമെന്ന് നടന്നങ്ങോട്ട്. വരട്ടെ. ഇത് എന്താ ഇത് മണം അടിച്ചിട്ട് ഇരിക്കാൻ മേലാന്ന്. അടി ഇട്ടുട്ടോ. എന്തൊരു മണം ഇത്? എന്ത് വേണം? ജലദോഷം ഉണ്ടായിരിക്കും. കടുതലൂത്തിയാ എന്ത് ഇത് ബിരിയാണി കാണാത്ത പോലെ ക്ലീറ്റോ കാണിക്കണ കണ്ടിട്ട് എനിക്ക്. അതെ, മണമുണ്ട്. അത് മണം. പീസ് കൊടു, പീസ് മട്ടൺ പീസ് കൊടു. മട്ടൺ എനിക്കധികം കഴിച്ചുകൂടെ കഴിയാം. പക്ഷെ ഇതിന്റെ മണം അടിച്ചിട്ട് പ്രത്യേക വെപ്പാളിയാ. അവിടെ ഇച്ചിരി ചോറോടെ നീ എന്തിനു ദാരിദ്ര്യം? ആദ്യമേ കഴിക്കേ. നീ ഇരിക്കില്ല, മതി. ഓ, കണ്ടിട്ടൊരു സുഖം തോന്നണില്ല. എനിക്ക് വയ്യല്ലേ. ഞാനിത് ഉണ്ടാക്കുമ്പോ കൂടെ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയും ചെയ്തു. പിന്നെ ഒരു സുഖല്ലേ മണം അടിച്ചിട്ട് കുറച്ചും കൂടി കയ്യിൽ ഒട്ടിപ്പിടിക്കണല്ലോ. എന്തെന്ന്? നിന്റെ കയ്യിൽ പശ വല്ല വരുന്നു. നീ കഴിക്കി. നീ എങ്ങനെയുണ്ടെന്ന് നോക്ക്. എങ്ങനെയുണ്ട് ക്ലീറ്റോ ചേട്ടാ? മതി. സൂപ്പർ ആയിട്ടുണ്ട്. എന്താണ്? നമ്മ ഉച്ചക്ക് ഉണ്ടാക്കാനെ കട്ടി സൂപ്പർ. അല്ലേ ഞാൻ അതെ അല്ല, ഉച്ചക്ക് ഉണ്ടാക്കിയ ബിരിയാണിയും ഇതുപോലെ നല്ലതാ. ഉപ്പില്ല, എരിവില്ല, എന്താ പോലെ. നിനക്ക് പനിയല്ലോ ഉണ്ടോ? അവക്കെന്താ മണവും കിട്ടുന്നില്ല. പനി അത്രയ്ക്ക് പറയാനൊന്നുമില്ല. കൊള്ളാം, അത്രേ ഉള്ളൂ. നിനക്ക് വേണമെങ്കിൽ കഴിച്ചാ മതി. നീ അത് കഴിച്ചിട്ട് ഇനി പ്രശ്നമാവണ്ട. അതെ, കഴിക്കാതെ. അതെ, മനസ്സറിഞ്ഞ് കഴിക്കും. എങ്ങനെയുണ്ട്? സൂപ്പർ കേട്ടോ. എങ്ങനെയുണ്ട് മക്കളെ? അതെ, ഇത് മട്ടൺ ആരെന്ന് വാങ്ങിച്ചത്? റഷീദിന്റെ റഷീദിന്റെ അടുത്ത് തന്നെ. പക്ഷെ നല്ല മട്ടൺ കേട്ടോ. അടിക്ക് പിടിച്ചത് ഒരു പുകയവാ. ഒരു പുകച്ചോ ഇല്ല. അതൊക്കെ നിന്റെ വെറും തോന്നലാണ്. ചുമ്മാ അവള് പറഞ്ഞോണ്ടിരിക്കുക എന്നെ പറ്റിക്കാനടി. അതല്ലേടാ, കഴിക്കുമ്പോ ആ ചൊവ്വന്ന് കാണില്ലല്ലോ. അതെ, നീ വേണമെങ്കിൽ അത് കഴിച്ചോ. ആഹാരം കഴിക്കുമ്പോ സംസാരിച്ചോ. നീ കഴിക്കരുത്. പക്ഷെ ഇത്രയും കൈപ്പുണ്യൊക്കെ ചമ്മന്തിക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്ത് കൈപ്പുണ്യാന്ന് പറയണേന്നേ. ഇതിപ്പോ എന്താ വ്യത്യാസം? ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിനെക്കാളും ഇവിടെ എന്താ അറേബ്യൻ ബിരിയാണി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ചേഞ്ച് ഉണ്ട്. എവിടെ എന്തുണ്ട്? ഒന്നും തോന്നണില്ല. എനിക്കൊന്നും ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണേ. എന്തോ ഒരു അസുഖമുണ്ട്. മറ്റേ രസമുകുളങ്ങളില്ലേ, അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. അളിയാ, സത്യം പറഞ്ഞ ഇവൾക്ക് ഇങ്ങനെ ബിരിയാണി വെക്കാൻ അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ എന്നും ബിരിയാണി മതി എന്ന് പറയായിരുന്നു. എന്താ കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. അതായത് ഈ പാക്കറ്റിലാക്കൂലേ ബിരിയാണി, പാക്കറ്റിലാക്കിയിട്ട് കച്ചവടം എന്ന് പറഞ്ഞാൽ നല്ല ഇതുപോലെ വെച്ച ആരാ നല്ല പുഷ്പം പോലെ സെയിലാവും. പിന്നെന്താ? എനിക്ക് അതിനൊന്നും വയ്യേ. മോക്ക് എന്ത് വേണം? എന്താണ് എരിയുന്നോ? മട്ടൺ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. ഈ മൂടിയൊക്കെ ഇത്തിരി ചോറ് വരട്ടെ. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടാന്നേ. അവള് വേണ്ടെന്നൊക്കെ പറയും. നിങ്ങൾ അറിഞ്ഞ് ചെയ്തോളാം. അതെനിക്ക് അറിയാലോ. പക്ഷെ സൂപ്പർ സാധനം കേട്ടോ.
ഓരോ പീസ് ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആവൂ ഇത് എവിടെ നിൽക്കുമായിരുന്നു. അതെങ്ങനെയാ ഏട്ടൻ പറഞ്ഞത് അടുത്ത ദിവസം മര്യാദയ്ക്ക് ഉണ്ടാക്കാന്ന്. അപ്പൊ നാത്തു സമ്മതിക്കില്ല, ഇന്ന് തന്നെ വേണം. അല്ല അവിടെ ചോറ് ഞാൻ അല്ല മതി, ഞാൻ എടുത്തോളാം. അല്ല ഉണ്ട്. അല്ല ഇത് ഞാൻ ഈ സലാഡും കൂട്ടി ഇച്ചിരി കഴിക്കുക. സലാഡിന് വേണ്ടി ഇച്ചിരി കഴിക്കുക, എനിക്ക് വേണ്ടിയല്ല. സലാഡുമായിട്ട് നല്ല കോമ്പിനേഷനാണ്. മതിയാ ലേശം 2 പീസ് ഇട്ടോ. ഇത്തിരി ചോറുകൂടി വേണോ? കൊച്ചിനടി അതിനെ ലേശം എടി ഈ സലാഡിന്റെ കൂടെ ലേശം കഴിച്ചു നോക്കിയേ, ഭയങ്കര വേണ്ടായിരുന്നു. അയ്യോടാ. പപ്പടം ചെന്ന് കളിയാ. നിനക്ക് മൊത്തത്തിൽ തൃപ്തി ആയിട്ടില്ല എന്നുള്ളത് നിന്റെ മുഖം കണ്ടാൽ അറിയാം. പക്ഷെ നിനക്ക് ഉള്ളിൽ തൃപ്തി ഉണ്ട്. അതെ, ഈ നാരങ്ങ എങ്ങനെ നീ ഇങ്ങനെ വെച്ചേ? അതേ ഒന്നും പറയണ്ട, അത് പെട്ടെന്ന് ഉണ്ടാക്കിട്ട് എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ? ബെസ്റ്റ്. ഇത് ഓരോന്നും ഇതിങ്ങള് ഓരോന്നിന്റെ ആദ്യം ഞാൻ ഇച്ചിരി അച്ചാറിന്റെ കൂടെ കഴിച്ചു, അത് കൊള്ളാം. എന്നിട്ട് ഈ സലാഡിന്റെ കൂടെ കഴിച്ചു, അതിലും ഗംഭീരം. ഇനിയിപ്പോ പപ്പടമായിട്ട് കഴിച്ചു. ഇനി ഏറ്റവും അവസാനം ഇച്ചിരി ഇറച്ചിക്ക് വേണ്ടി ഇച്ചിരി ചോറൂടെ കഴിക്കുന്നു. ഏട്ടാ മോക്ക് കൊടുക്ക്. കഴിക്കാം അങ്ങോട്ട്. ഉച്ചയ്ക്ക് അവളൊന്നും കഴിച്ചില്ല. കഴിക്കങ്ങോട്ടെ. ഉച്ചയ്ക്ക് അവൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് കുറച്ചാ കഴിച്ചോളൂ. കഴിച്ചു കഴിച്ചു. തിരുവടി തരട്ടെ? ചോറിട്ടടി. വേണ്ടെന്ന് ബോധിപ്പിക്കണല്ലോ എന്ന് ഓർത്ത് തിന്നണതാ. ഈ കൊഴുപ്പ് ഈ പീസോടെ കഴിച്ചോ. അത് ഇഷ്ടമുള്ള പീസാണ്. 3ാമത്തെ പീസാ കഴിക്കണവള്. എന്നിട്ട് കൊള്ളൂലെന്ന് പേരും. ഇത് സംഭവം എന്നെ ആദ്യമേ ചെറിഞ്ഞ് നോക്കിട്ടിരിക്കുന്നത് ഈ പീസ് കിട്ടാൻ വേണ്ടിട്ടാ. ഞാനങ്ങ് തരൂലേ പിന്നെ ഞാനിങ്ങനെ നോക്കണം. അതെ, ഒരു 2 പീസ് എനിക്ക് വേണ്ട. അതെന്താ അവള് വേണ്ട വേണ്ടെന്നേ പറയൂ. കുറച്ചുകൂടി റൈസ് കൊടുക്കാം. അയ്യോ മതി. അവള് ബാക്കി വേസ്റ്റ് ആക്കും. ആര്? നമ്മക്ക് അറിഞ്ഞൂടെ? മതിന്ന്. അല്ലല്ല, നീ കഴിക്കണം. മുഴുവൻ നോക്ക് പോണ പോക്ക്. ഇഷ്ടല്ലാത്തോണ്ടേ. പിന്നെ കൊള്ളൂലല്ലോ. കൊള്ളില്ലാന്നല്ലോ. ഇത് ഇന്നലെ ഞാൻ ചിന്തിച്ചോട്ടെ, ഈ ചേരുമ്പം ഈ കൈപ്പുണ്യൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടി? നീ അത് കഴിക്കാൻ കൊണ്ട് കൂടുതൽ പറഞ്ഞു പോഴത്തണ്ട. അതൊക്കെ സീക്രട്ടാ. നമ്മുടെ വീട്ടിലൊരു ദിവസം വെച്ച് തരണേ. ഉറപ്പായിട്ടും. എന്റെ ഫോൺ എടുക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കേട്ടാ എന്താ കുഴപ്പം? കൊറേ നേരമായി ബഹളം തുടങ്ങിയിട്ട്. ഞാൻ കൊറേ നേരമായിട്ട് പറയുന്നുണ്ട് ഏട്ടന്റെ ഫോൺ എടുത്തിട്ടില്ല. പിന്നെ ഫോൺ എവിടെ ചമന്തി? പക്ഷെ ഞാൻ എങ്ങനെയാ അറിയണേ? നിങ്ങൾ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നോ? പിന്നെ ഓഫീസിൽ നിന്ന് കൊണ്ടുവരാതെ ഇനി ഇതിന്റെ ഇടയിൽ അങ്ങനെയൊക്കെ പോയതായിരിക്കും, എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമില്ലേ? ഷെടാ, ഞാനിപ്പോ എന്ത് ചെയ്തെന്നാ? ഞാനും അമ്മ ഏതായാലും ആ ഫോൺ എടുക്കൂല. നിങ്ങൾ 2 പേരെ അത് എടുക്കൂ, വേറെ ആരും എടുക്കൂല. ഒരു കാര്യം ചെയ്യും, ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കാം. ഇത് നിനക്ക് കുറച്ച് മുമ്പ് തോന്നിയില്ലല്ലോ. അതെങ്ങനെ ഏട്ടനൊന്ന് ബഹളം നിർത്തിയാലല്ലേ എനിക്ക് എന്റെ ബുദ്ധി ഒന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പഠിക്കണ്ട. സ്വിച്ച് ഓഫാ. നന്നായി ചാർജ് തീർന്നിട്ടുണ്ടാവേ. എനിക്ക് അതെല്ലാം ആരെങ്കിലും എടുത്തോണ്ട് പോയിട്ടുണ്ടാവോ? ആരോട് പറയാനാണ്? ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സംഭവമില്ല. ഇന്നലെ ഞാൻ ഫോണേ എടുത്തില്ല രാത്രി. ഞാൻ പിന്നെ എടുക്കുവോ ഏട്ടന്റെ ഫോൺ? എന്നാലും അത് എവിടെ വെച്ചു എന്നുള്ള ഞാൻ ആലോചിക്കും. എനിക്കിപ്പോ ആരെങ്കിലും എടുത്തോണ്ട് പോയാന്നാ പേര്. കനക, നീ എന്ത് കളി കളിക്കണ? രാവിലെ തൊട്ട് ഞാൻ ഫോണിൽ വിളിക്കാനല്ല. ഫോണ് കാണാലോ. കാണാനല്ലേ? അപ്പൊ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. ഒരു അത്യാവശ്യ കാര്യമുണ്ട്, വേഗം വാ. എന്ത് കാര്യം? ഫോൺ എവിടെ കൊണ്ട് വെച്ചത്? ഫോൺ എവിടെയെന്നറിയോ? എവിടെയാ? വാസലേ, ഈ ഒരു കാര്യം ചെയ്ത് വിട്ട വേണ്ടി. എങ്ങാടാണ്? നീ ആദ്യം വണ്ടി ഇരിക്കി പറയാം. എങ്ങാടാണെന്ന് പറയുന്നത്? ഇങ്ങോട്ട് ഇരിക്കാ. ഇരിക്കാനായിട്ട് ഇത് എങ്ങാട് വേണേലും പോകും. എങ്ങടാ പോണ്ട? കാര്യം പറയുന്നത്. വിട്ടോ വേഗം വിട്. സതീശ വാ. എന്താണ് നിങ്ങളുടെ ഹോട്ടലിൽ ഹെൽത്തുകാരും എല്ലാം വന്ന് റെയ്ഡ് നടത്തിയാ? കനകനില്ലേ ഇവിടെ? ഒന്ന് വിളിക്കൂ. കനകൻ ഓഫീസിൽ പോയല്ലോ. പോയല്ലോ. ഇന്നലെ ഹോട്ടലിൽ വന്നിരുന്നു, ഫോൺ വെച്ച് മറന്നു പോയി, അന്ന് കൊടുക്കാൻ. അതെ, ഇന്നലെ ബിരിയാണി വാങ്ങാൻ വന്നിരുന്നു വൈകുന്നേരം. വൈകിട്ടാ? അതെ. മട്ടൻ ബിരിയാണി? അതെ. എത്ര മേടിച്ചു? 5 എണ്ണം. എന്താ ബിരിയാണിക്ക് എന്തെങ്കിലും? ബിരിയാണി പിന്നെ നല്ല അറബിക് ബിരിയാണി പോലെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഓൺ ചെയ്ത് കൊള്ളണം. കനകം വരവും പറഞ്ഞു. ശരി എന്നാ. അയ്യോ, ദൈവത്തിന്റെ ഒരേ കളി നോക്കിയല്ലേ. അറബിയുടെ കൊച്ചുമോളെ ഇരി എവിടാ?
നിനക്ക് എന്താണ് കൊച്ചുനാളിൽ നീ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ബിരിയാണി വെക്കാൻ പഠിച്ചത് അല്ലേ? എന്തെങ്കിലും പറ. തല്ലി പിടിച്ച് നിക്കണല്ലോ, മത്സരിച്ച് നിക്കണല്ലോ. നീ അതിന്റെ റെസിപ്പി പറഞ്ഞു തരുമോ? പാവ ഒക്കെ ഇച്ചിരി പറഞ്ഞു കൊടുക്കടി. നീ ഇങ്ങനെ അറബിയുടെ വീട്ടിൽ പോയിട്ട് പഠിച്ചതാണോ അതോ നീ അറബി വീട്ടിൽ വന്ന് പഠിപ്പിച്ചോ? അല്ല, തക്കളിയുടെ ബർത്ത്ഡേക്ക് നീ വേറെ പുതിയ എന്തോ പരീക്ഷണം നടത്താന്ന് എന്തോ പറഞ്ഞ അവളന്നേരം വേറെ രാജ്യത്ത് എന്റെ ബിരിയാണിക്ക് എത്ര മാർക്ക്? ബിരിയാണി 100-ൽ 100 ഉണ്ടല്ലോ. 87 ആർക്കാ? 87 ആർക്കാ? ചുമ്മാ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അതല്ലേ, ചെല്ലകത്തോട്ട് പോയി സമാധാനിപ്പിക്കും. Versus Alien.